സഹികെട്ട് ഭാര്യ ഭർത്താവിനെ കൊന്നു കുഴിച്ചു മൂടി. ആഗ്രയിലാണ് സംഭവം നടന്നത്. യു പിയിലെ ആഗ്രയിലെ സിക്കന്ദർ എന്ന സ്ഥലത്ത്. അവിടുത്തെ സുരേന്ദ്ര ശർമ്മ എന്നൊരു മദ്യപാനി, 44 വയസ്സുണ്ട്, ഭാര്യ റൂബി, 2 കുട്ടികൾ. നിരന്തരം മർദ്ദനമാണ് വീട്ടിലവർക്ക്. അവർ സഹികെട്ടു. അവർ ഏതായാലും ഒരു തീരുമാനമെടുത്തു, ഇയാളെ ഒഴിവാക്കണം. കാരണം അവർക്ക് ഒരു തരത്തിലും അവർക്കും മക്കൾക്കും ആ വീട്ടിൽ കഴിയാൻ സാധിക്കുന്നില്ല. അത്ര ഭീകരമായ മർദ്ദനം. കുടിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ എത്ര നാൾ പിടിച്ചു നിൽക്കും. അത് എൻ്റെ മക്കളെ ഓർത്തെങ്കിലും ഇയാളെ നശിപ്പിക്കണം എന്നവർ തീരുമാനമെടുത്തു. മക്കളെ 2 പേരെയും അവർ ഇയാളുടെ ജ്യേഷ്ഠൻ, ഈ ശർമ്മ എന്ന 44-കാരൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ട് ഇയാൾ കുടിച്ച് പൂസായി വന്നപ്പം ഉറക്ക ഗുളിക കൊടുത്തു. അത് ലിക്കറിനകത്തോ ചാരായത്തിനകത്തോ എങ്ങനെയോ ഉറക്ക ഗുളിക കൊടുത്തു. അയാൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. കഴുത്ത് ഞെരിച്ച് ഇവർ തന്നെ കൊന്നു. ആരും അറിഞ്ഞില്ല. അതിൻ്റെ വീടിനകത്തുള്ള ബാത്റൂമിനകത്ത് ഇവർ ഇയാളുടെ ബോഡി നിക്ഷേപിച്ചു. അയാൾ ഉറക്ക ഗുളിക കൊടുത്തതിന് ശേഷം ചിലപ്പോൾ ഇയാൾ ഈ ഭാര്യ റൂബി ആ കുഴി എടുത്തിട്ടുണ്ടാവും. അയാളെ ആ കുഴിക്കകത്ത് നിക്ഷേപിച്ചു. അവിടെ മണ്ണിട്ട് മൂടി. പക്ഷേ ഇപ്പം പോലീസ് വന്നപ്പോൾ അവിടെ ഒരു സംശയം തോന്നാതിരിക്കാൻ അവിടെ ടൈൽസ് നിരത്തി ബാത്റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുതിയ ടൈൽസ് ഒട്ടിച്ചിരിക്കുന്നു. അതിനടിയിൽ ആളുണ്ടെന്നൊന്നും ചിലപ്പം ടൈൽസ് ഒട്ടിക്കാൻ വന്നവർക്ക് അറിയില്ല. എന്തായാലും ഇയാളെ കാണാതെ പോയി എന്നൊരു പരാതി അവർ മെയ് മാസം 18-ാം തീയതി സിക്കന്ദർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഭർത്താവ് കുടിയനാണ്, എവിടെയെങ്കിലും കുടിച്ച് മരിച്ചു കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം വിട്ടു പോയി കാണും എന്നൊക്കെ സ്വാഭാവികമായിട്ട് പോലീസ് അവിടെ അവരൊരു ഊഹാഭോഗത്തിലൊക്കെ നിന്നു. എങ്കിലും ഇവരെ ആ പരാതി പറയാൻ താമസിച്ചു. കുടിയനാണ്, മദ്യപാനിയാണ്, കുട്ടികളെ ഇവരെയൊക്കെ മർദ്ദിക്കുന്ന ആളാണ്. എന്തായാലും 18-ാം തീയതി പോയ ആൾ മിസ്സിങ് ആയത് 26-ാം തീയതി 8 ദിവസം കഴിഞ്ഞ് ആണ് അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നത്. അതിനുശേഷം കൊല്ലപ്പെട്ട ഈ സുരേന്ദ്ര ശർമ്മ, അയാളുടെ വീട്ടുകാർക്ക് ഒരു സംശയം ഭാര്യയിൽ തോന്നി. പല കാര്യങ്ങളും പൊരുത്തപ്പെടുന്നില്ല അവർ നോക്കിയിട്ട്. റൂബിയുടെ പെരുമാറ്റത്തിലും അവർക്ക് പോലീസിന് സംശയം തോന്നിയിരുന്നു. സംഭവ ദിവസം മക്കളെ ഭർത്താവിനെ വിട്ട് അതിനുശേഷമാണ് മിസ്സിങ് എന്നുള്ളത് പോലീസ് മനസ്സിലാക്കി. എന്തായാലും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഒക്കെ ഒരു സംശയമില്ലെടുത്ത് വന്നപ്പോൾ ആ വിവരം പോലീസിനടുത്ത് പറഞ്ഞു. എങ്ങോട്ട് പോയി എവിടെ പോയെന്നൊരു പിടിയില്ല. പോലീസ് അന്വേഷിച്ചിട്ട് ഇയാളെ ദൂരെ എങ്ങും പോയതായിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നതായിട്ട് അവർ ഒരു ഊഹാഭോഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും വീട്ടിലെ മദ്യവെച്ച് അടിപിടി നടക്കുന്ന ഒരാളെ അയൽവക്കംകാർ പിന്നെ അത്ര ശ്രദ്ധിക്കാറില്ല. അവിടെ വന്നോ പോകുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും വീട്ടിൽ വന്നിരുന്നു, അല്ലെങ്കിൽ അന്നേ ദിവസം വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ഒരു വാർത്ത അവിടുത്തെ പോലീസിനെ, ആഗ്രയിലെ പോലീസിന് തോന്നി. അത് വെച്ചിട്ട് ഇവരെ ചോദ്യം ചെയ്ത് നിവൃത്തിയില്ലാതെ 46-ാം ദിവസം അവർ കുറ്റം സമ്മതിച്ചു. ഇയാളെ നിവൃത്തിയില്ലാതെ ഇയാളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കക്കൂസിനകത്ത് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ടൈൽസൊക്കെ കണ്ടു പോലീസ്. നേരത്തെ പോലീസ് അവിടെയൊക്കെ വന്ന് വീട് പരിശോധിച്ചാണ് പുതിയ ടൈൽസൊക്കെ ഇട്ട് വിടുന്നതെന്ന്. കക്കൂസ് നന്നാക്കിയിട്ടിരിക്കുന്നല്ലോ എന്ന് കരുതിപ്പോയവരാണ്. അതിനടിയിലുണ്ട് എന്ന് പറഞ്ഞപ്പം പോലീസിന് തന്നെ വിശ്വസിക്കാൻ മേല. ഏതായാലും വെട്ടിപ്പൊളിച്ചു. ഡെഡ് ബോഡി കിട്ടി. അത് പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്ത് ഞെരിച്ച് തന്നെ കൊന്നിരിക്കുന്നു. അയാൾക്ക് അബോധാവസ്ഥയിലാക്കാനായിട്ട് അവർ ഉറക്ക ഗുളികയും കൊടുത്തു. അതും അവരുടെ ബ്ലഡ് സാമ്പിളിൽ നിന്ന് ആ എവിഡൻസിൽ ലഭിച്ചു എന്നാണ് വരുന്നത്. സ്ഥിരം മദ്യപാനിയായ ഇങ്ങനെയുള്ള ധാരാളം പേര് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലുമൊക്കെ നമുക്ക് കാണാം. ഇതിനൊരു പ്രതിവിധിയില്ല. കാരണം ആകെ പ്രതിവിധി ഇവർ കാണിച്ച ഇത് മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പം തോന്നുന്നുള്ളൂ. എങ്ങനെയാണ് കുട്ടികളും അവരും ഈ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? അതിപ്പം
ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പല സ്ഥലങ്ങളിലും. കാരണം മദ്യപിക്കുക മാത്രമല്ല, ലഹരിയും കൂടെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളെയും ഭാര്യയെയും ഒക്കെ എടുത്തിട്ട് ചവിട്ടും. ആഹാരം പോലും ഉള്ള വഴി പോലും അവർക്ക് കൊടുക്കില്ല. അങ്ങനെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പടർന്നു പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ്. എല്ലാ ഗവൺമെൻറ്റും പൊതുജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ മദ്യപാനവും ലഹരിയും നിന്ന് സമൂഹത്തെ മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ.